പോലീസ് പരിശോധന കർശനമാക്കുമ്പോഴും കൊച്ചി നഗരത്തിൽ ദിനംപ്രതി കുറ്റകൃത്യങ്ങൾ ഏറുകയാണ്. ലഹരി, പിടിച്ചുപറി, ആക്രമണ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നതിലേറെ. നേരം ഇരുട്ടുന്നതോടെ നഗരം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. രാത്രികാലങ്ങളിലടക്കം പോലീസ് പട്രോളിംഗ് കൂടുതൽ ശക്തമാക്കണമെന്ന ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. എറണാകുളം പൊന്നുരുന്നിയിൽ നിർത്തിയിട്ട കാറുകൾ സാമൂഹ്യ വിരുദ്ധർ എറിഞ്ഞു തകർക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കൊച്ചിയിൽ പറഞ്ഞിട്ടും തീരാത്ത കഥയാണിത്. നഗരത്തിലെ പല ഭാഗങ്ങളും സാമൂഹ്യ വിരുദ്ധരുടെ സ്വൈരവിഹാര കേന്ദ്രമാകുന്ന കാഴ്ച. ഭയങ്കര കൂടുതലാണ്, വെള്ളോടിയും കൂടുതലാണ്, മയക്കമരുന്നും കൂടുതലാണ്. എല്ലാ പരിപാടിയും ചെറുതുങ്ങൾ തുടങ്ങി വലിയ പിള്ളേർ തുടങ്ങി. പിന്നെ മൊബൈലാണ് ഏറ്റവും വലിയ മയക്കമരുന്നെന്ന് പറയുന്നത് മൊബൈലാണ്. ഇവിടെ 3 പോലീസ് സ്റ്റേഷന്റെ ഒരു അതിർത്തി ആയതുകൊണ്ട് തന്നെ റെയിൽവേ ആണ്, ഹൈവേ ആണ്. ഇതിന്റെ അതിർത്തി ആയതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമാണ്. ചില സമയത്ത് പെൺപിള്ളേർക്ക് വരെ ഇതിൽ കൂടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മിക്ക ദിവസവും ഞങ്ങൾ സ്ക്വാഡായിട്ട് ഒരു മാസം തുടർച്ചയായിട്ട് ഞങ്ങൾ ഡെയിലി ഇറങ്ങുമായിരുന്നു സ്ക്വാഡ്. ഭയങ്കര മയക്കുമരുന്നും കഞ്ചാവ് ഓടിക്കണം. ഞങ്ങൾ പല പ്രാവശ്യം പിടിച്ചിട്ടുമുണ്ട്. വൈറ്റില പൊന്നുരുന്നി റെയിൽവേ മേൽപ്പാലത്തിന്റെ കീഴ്വശത്താണുള്ളത്. പാളത്തിന്റെ ഒരു ഭാഗം പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ പരിധി, മറുഭാഗം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയുടേതും. 2 പോലീസ് സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിട്ടും സംവിധാനങ്ങളുടെ കണ്ണെത്താത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം വളരെ കൂടുതലാണിപ്പോൾ. പല സ്ഥലങ്ങളിലുണ്ട്. അവിടെ കൂട്ടമായിട്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നേരിടാനുള്ള പല പദ്ധതികളും പ്രാദേശികമായിട്ട് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ പരസ്യമായിട്ട് മദ്യപാനം, ലഹരി ഉപയോഗം. കഴിഞ്ഞ ദിവസം തന്നെ MDM ആയിട്ടൊരു ചെറുപ്പക്കാരനെ പിടിച്ചു. അപ്പോൾ എല്ലാ തയ്യാറെടുപ്പും ഈ പ്രദേശത്ത് വൈറ്റിലയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരക്കാരെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടാണ് ഇതിനെ നേരിടുന്നത്. വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടണമെന്ന് ചൂണ്ടിക്കാട്ടി നഗരസഭയ്ക്കും പോലീസിന് നിരവധി തവണ പരാതി നൽകി. എന്നിട്ടും നടപടിയാകലെ. ഇതിനു മുമ്പ് ഒരു 1.5 വർഷം മുമ്പ് നമ്മൾ കമ്മീഷണർക്ക് ഇതിനെ സംബന്ധിച്ചൊരു പരാതി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 സ്റ്റേഷന്റെ പരിധി വരുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ നടപടി എടുക്കുന്നതിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനുശേഷം കമ്മീഷണർ സ്പെഷ്യൽ സ്ക്വാഡ് ഉൾപ്പെടെ ഇവിടെ വന്ന് നിരന്തരമായിട്ടുള്ള രീതിയിൽ നോക്കാറുണ്ടായിരുന്നു. ഒരു സന്ധ്യയായി കഴിഞ്ഞാൽ ഇവിടെ അഴിഞ്ഞാട്ടം നടക്കുന്നത്, അതായത് കള്ളുകൂടിയുടെ ബഹളമാണ്. കാരണം തൊട്ടടുത്ത് തന്നെ ലിക്കർ ഷോപ്പ് കിടക്കുവാണ്. അവിടെ സാധനം മേടിച്ച് ഇവിടെ കൊണ്ടുവരുന്ന കഴിക്കുക, പബ്ലിക്കായിട്ടിരുന്ന് കഴിക്കുന്ന ആൾക്കാരുമുണ്ട്. അതിനകത്ത് ഒരുപാട് പേര് ഇങ്ങനെ പബ്ലിക്കായിട്ടിരുന്ന് കഴിക്കും. വലിയ ബുദ്ധിമുട്ടില്ല. പ്രദേശവാസികളായവരും അല്ലാത്തവരുമായി നിരവധി ആളുകൾക്കാണ് നിരന്തരം സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഏൽക്കേണ്ടി വരുന്നത്. പോലീസ് സംവിധാനം കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും. കൊച്ചിയിൽ നിന്നും സ്വാതി കൃഷ്ണയ്ക്കൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. സ്റ്റേഷൻ പരിധികളുടെ തർക്കത്തിൽ ആശയക്കുഴപ്പത്തിൽ അങ്ങനെ വിലസുന്നത് സാമൂഹ്യ വിരുദ്ധരാണ്. പക്ഷേ പൊതുജനങ്ങൾക്ക് രാത്രിയും, പ്രത്യേകിച്ച് രാത്രി വൈകിയും ഒക്കെ ജോലി ചെയ്യുന്നവർ, ആളുകൾ പുറത്തിറങ്ങുന്ന കൊച്ചി പോലൊരു നഗരത്തിൽ, ഉറക്കമില്ലാത്ത നഗരത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ.